എം.കെ. ഹരിദാസ്, താങ്കൾ അങ്ങനെ വിലയിരുത്തുന്നുണ്ടോ? ഇപ്പോൾ മുഖ്യമന്ത്രി ദീർഘവീക്ഷണത്തോടു കൂടിയാണ് ഈ പറയുന്ന പോലെ വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഘടന നിശ്ചയിച്ചത്. അതിന് അദ്ദേഹത്തെ വിമർശിക്കേണ്ട കാര്യമില്ല. വി.എം. സുധീരൻ ഇത് പതിവ് പല്ലവി തുടരുകയാണ്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഏത് രീതിയിലാണോ പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിലുള്ള റോൾ ഏറ്റെടുത്തുകൊണ്ട് അന്നത്തെ സർക്കാരിനെ വിമർശിച്ചിരുന്നത്, സർക്കാരിന്റെ നയങ്ങളെ വിമർശിച്ചിരുന്നത്, തീരുമാനങ്ങൾ മാറ്റിക്കുവാനായിട്ട് സമ്മർദ്ദം ചെലുത്തിയിരുന്നത്, അതുപോലെ ഇപ്പോൾ അദ്ദേഹം ഇറങ്ങിയിരിക്കുന്നുവെന്ന് അങ്ങനെയാണോ താങ്കളുടെ വിലയിരുത്തൽ? ബാറുകളുടെ എണ്ണം കൂട്ടിയപ്പോൾ LDF സർക്കാരിന് വിശദീകരിക്കാനുണ്ടായിരുന്നത് ഇവിടെ ശ്രീ വേണുഗോപാൽ പറഞ്ഞതുപോലെയാണ്. ഇവിടെ മയക്കുമരുന്ന് കേരളത്തിൽ വ്യാപകമാകുന്നത് മദ്യത്തിൻ്റെ അവൈലബിലിറ്റി കുറഞ്ഞത് കാരണം കൊണ്ടാണ്. 28 ബാറിൽ നിന്നും 852 900 ഒരു സംഖ്യയിലേക്ക് ഇവിടുത്തെ ബാറുകളുടെ എണ്ണം കൂട്ടിയപ്പോൾ അവർക്ക് പറയാനുണ്ടായിരുന്ന ന്യായീകരണം ഇതായിരുന്നു. അതായത് ഇവിടുത്തെ മയക്കുമരുന്നിൻ്റെ വിൽപ്പന ഈ മദ്യം ലഭിക്കുന്നതോടുകൂടി മദ്യത്തിലേക്ക് തിരിഞ്ഞുകൊണ്ട് മയക്കുമരുന്നിൻ്റെ ഈ വ്യാപകമായ തോതിലുള്ള വിൽപ്പന നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടായിരുന്നു. എന്നിട്ട് എന്തുണ്ടായി ശ്രീ വേണുഗോപാൽ? കഴിഞ്ഞ ഒരു 5 വർഷത്തെ കണക്കെടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മയക്കുമരുന്ന് പിടികൂടാ. നോക്കി നോക്കൂ, ഒരു ഓപ്പറേഷൻ ഒരു പേരിട്ടത് കൊണ്ടൊന്നും ഇവിടെ ഒന്നും. ഒരു മിനിറ്റ് ഞാൻ സംസാരിക്കട്ടെ. ഒരു ഓപ്പറേഷൻ ഒരു പേരിട്ടത് കൊണ്ട് ഇതേ രമേശ് ചെന്നിത്തല കൊണ്ടുവന്ന കുബേർ എന്തായി? ഇവിടെ ബ്ലേഡ് കമ്പനികളില്ലേ? ഇവിടെ ബ്ലേഡ് കമ്പനികളുടെ ഇത്തരത്തിലുള്ള വ്യാപകമായ അവരുടെ ജനങ്ങളോടുള്ള ഈ പൈസ വാങ്ങിയവരോടുള്ള ക്രൂരമായ പെരുമാറ്റം കൊണ്ട് ഇവിടെ ആത്മഹത്യകൾ നടക്കുന്നില്ലേ? പലതും നടക്കുന്നില്ലേ? അപ്പോൾ ഒരു ഓപ്പറേഷന് തൂഫാൻ ഉണ്ടായതുകൊണ്ടാണ് എന്നുള്ളതൊന്നും വിലയിരുത്താറായിട്ടില്ല ശ്രീ വേണുഗോപാൽ. അതിനൊക്കെ സമയം ഇരിക്കണേ ഉള്ളൂ. കേവലം 37 ദിവസമായിട്ടേ ഉള്ളൂ ഈ സർക്കാർ അധികാരത്തിൽ കയറി 4 ദിവസത്തിന് ശേഷം പ്രഖ്യാപിച്ച ഒരു തൂഫാൻ കൊണ്ട് കേരളത്തിലെ ഈ മയക്കുമരുന്ന് ശൃംഖല പൂർണ്ണമായിട്ട് ഇല്ലാതാക്കാൻ പറ്റുമെന്ന് താങ്കളെ പോലെ ഈ നമ്മുടെ കേരളത്തെ അങ്ങേയറ്റം അറിയാവുന്ന ഒരു വ്യക്തി എങ്ങനെയാണ് പറയുക? ഇവിടുത്തെ മന്ത്രിസഭയേക്കാൾ, ഇവിടുത്തെ എക്സൈസ് വകുപ്പിനേക്കാൾ, ഇവിടുത്തെ ആഭ്യന്തര വകുപ്പിനേക്കാൾ ശക്തമാണ് ഇവിടുത്തെ മയക്കുമരുന്ന് ലോബി. ആ ലോബിയെ നിയന്ത്രിക്കാൻ ഈ ഒരു തൂഫാൻ കൊണ്ട് സാധിക്കുമെന്ന് എനിക്ക് അഭിപ്രായമില്ല. അതുകൊണ്ട് തന്നെ ഈ മയക്കുമരുന്നിൻ്റെ വ്യാപനം തടയുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ മദ്യത്തിൻ്റെ വില കുറയ്ക്കുകയും മദ്യത്തിൻ്റെ അവൈലബിലിറ്റി കൂട്ടുകയും ചെയ്യണമെന്നുള്ള വാദത്തോട് എനിക്ക് യോജിക്കാൻ പറ്റില്ല. എനിക്ക് VM സുധീരനോട് പൂർണ്ണമായിട്ടുള്ള യോജിപ്പുണ്ടായിരുന്നിട്ടല്ല. പക്ഷേ VD സതീശൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി അധികാരത്തിൽ കയറി മുഖ്യമന്ത്രിയാകാൻ പെട്ട പാട് ഒരു 20 ദിവസം കേരളം കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ മുഖ്യമന്ത്രി VD സതീശൻ തന്നെ ആകണമെന്ന് പറഞ്ഞ് ഇവിടെ മുറവിളി കൂട്ടിയ ജനത്തിനെ ഈ സർക്കാർ മുൻ സർക്കാരിനെ പിന്തുടരുന്നൊരു സർക്കാരാണോ എന്ന് തോന്നിപ്പിക്കും വിധമുള്ള നടപടികൾ എടുക്കുമ്പോൾ അങ്ങേയറ്റം ജാഗരൂകരാവണമായിരുന്നു. അതിൽ അവധാനതയോടെ കാര്യങ്ങൾ കാണണമായിരുന്നു. ആ കാര്യത്തിൽ VD സതീശന് വീഴ്ച പറ്റിയെന്ന് കരിമണൽ ഖനനത്തിൻ്റെ കാര്യത്തിലായാലും PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ട LDF സർക്കാർ ഒപ്പിട്ടത് കൊണ്ടാണ് ഞങ്ങൾ മുൻപോട്ട് പോകുന്നത് എന്ന് പറഞ്ഞ് ജനങ്ങളുടെ വായടപ്പിക്കാൻ ശ്രമിക്കുന്ന വിഷയത്തിലായാലും അളിയനെ പിടിച്ചിട്ട് പേഴ്സണൽ സ്റ്റാഫിൽ നിയമിച്ച നിയമനവും അതിനുശേഷം അത് വേണ്ടെന്ന് വെക്കാനുള്ള തീരുമാനവും ഒക്കെ ആയാലും VD സതീശൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ മന്ത്രിസഭയ്ക്ക് ഇവിടെ അല്പമൊക്കെ തെറ്റുകൾ പറ്റിയിട്ടാണ് മുൻപോട്ട് പോകുന്നത്. ഒരു മന്ത്രിസഭയെ വിലയിരുത്താനുള്ള ഒരു സമയവുമായിട്ടില്ല മഞ്ജുഷേ. തീർച്ചയായിട്ടും 37 ദിവസം കൊണ്ട് എങ്ങനെയാണ്? പക്ഷെ 37 ദിവസം കൊണ്ട് ജനങ്ങൾക്ക് മുൻപേ പോയ LDF സർക്കാരിൻ്റെ പാത തന്നെയാണോ VD സതീശനും പിന്തുടരുന്നത് എന്നൊരു ചോദ്യം ചോദിക്കത്തക്ക തോതിലുള്ള കാര്യങ്ങൾ രംഗത്ത് വന്നപ്പോൾ എന്നെപ്പോലുള്ളവർ, ഞാൻ ഈ VD സതീശന് വേണ്ടി അങ്ങേയറ്റം വാദിച്ചിട്ടുള്ളതാണെന്ന് വേണുഗോപാലിന് അറിയുമോ എന്ന് എനിക്കറിയില്ല, ഞാൻ മഞ്ജുഷിനറിയാം. അപ്പോൾ അത്തരത്തിൽ VD സതീശനിൽ നിന്നും വരാൻ പാടില്ലാത്ത തീരുമാനങ്ങളാണ് ഇപ്പോൾ ഈ വന്നിരിക്കുന്നത്. അത് VD സതീശൻ തിരുത്തണം. അതിൽ പറയുന്ന കാര്യം എന്നത്, അതിലെ ന്യായീകരണം എന്ന് പറയുന്നത്, കഴിഞ്ഞ സർക്കാർ പിണറായി സർക്കാരാണ് നയപരമായ തീരുമാനമെടുത്തത് വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ കാര്യത്തിൽ. അത് പറഞ്ഞുകൊണ്ടാണ് പിണറായി സർക്കാരിന് മേൽ ഇക്കാര്യം കെട്ടിവെക്കാൻ നോക്കുന്നത്. ഞങ്ങൾ നികുതി ഘടന നിശ്ചയിക്കുക മാത്രമേ ചെയ്തുള്ളൂ, അതല്ലാതെ ഈ വീര്യം കുറഞ്ഞ മദ്യവിപണിയിലേക്ക് വരുന്ന ഒരു കുത്തക കമ്പനിയെയും ഞങ്ങൾ സ്വാഗതം ചെയ്തിട്ടില്ല.
ഇതാണ് മുഖ്യമന്ത്രി വി ഡി സതീശന്റെ നിലപാട്. ബക്കാഡിയുടെ കാര്യത്തിലാണല്ലോ. ബക്കാഡി ആദ്യം കത്ത് കൊടുത്തത് അന്നത്തെ എക്സൈസ് മന്ത്രിയായിരുന്ന എം വി ഗോവിന്ദനാണ്. പിന്നീടാണ് തീരുമാനങ്ങൾ ശരവേഗത്തിൽ വന്നതും. പക്ഷേ വിൽപ്പനയ്ക്കുള്ള അനുമതി കൊടുത്തിരുന്നില്ല LDF സർക്കാർ. അക്കാര്യം ഈ സർക്കാരിനും സമ്മതിക്കേണ്ടി വരും, സമ്മതിക്കുന്നുമുണ്ട്. കാരണം വിൽപ്പന ഇവിടെ തുടങ്ങിയിട്ടില്ല വീര്യം കുറഞ്ഞ മദ്യം. പക്ഷെ അങ്ങനെ ഒരു തീരുമാനം എടുത്തത് കൊണ്ട് ഞങ്ങൾ അതിന്റെ നികുതി ഘടന നിശ്ചയിച്ച് നൽകി. ആ ഒരു ന്യായീകരണത്തിന് അത് വിശ്വാസ്യതയുള്ള ന്യായീകരണമാണോ? അങ്ങനെ പറഞ്ഞുകൊണ്ട് ഒഴിയുവാൻ പറ്റുമോ ഇല്ലയോ? മഞ്ജുഷേ, ഈ കാര്യത്തിലെ മഞ്ജുഷേ പറഞ്ഞോളൂ. ശബ്ദം പോയിരിക്കുന്നു. ഇല്ല പറഞ്ഞോളൂ മഞ്ജുഷേ, ഈ കാര്യത്തിൽ തെറ്റുപറ്റി എന്ന് പറയുന്നതിൻ്റെ പ്രധാന കാരണം എക്സൈസ് വകുപ്പ് മന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും ഓഫീസുകൾ എൻ്റെ അറിവിൽപ്പെട്ടിടത്തോളം സെക്രട്ടേറിയറ്റിലെ ഒരേ ബിൽഡിങ്ങിലാണ് പ്രവർത്തിക്കുന്നത്. ഇത്തരത്തിൽ നികുതി ഇളവ് ചെയ്യാനെടുത്ത ഒരു തീരുമാനം ഈ ബജറ്റിൽ തന്നെ അവതരിപ്പിക്കണമെന്ന് എന്താണ് വി ഡി സതീശൻ ഇത്ര വാശിയുണ്ടായത്? എം ലിജു കൈമലർത്തുന്നു. എന്നോട് ചോദിച്ചിട്ടില്ല, ഞാനുമായി ഡിസ്കസ് ചെയ്തിട്ടില്ല എന്ന് എം ലിജു, അതായത് ആരെ, എക്സൈസ് വകുപ്പ് മന്ത്രി ഇവിടെ പറയേണ്ട ഒരു അവസ്ഥ ഉണ്ടാക്കേണ്ടതായ ആവശ്യം എന്താണ്? ഇവിടെ ഇതിനേക്കാൾ അടിയന്തിരമായി എടുക്കേണ്ട ഒരു കാര്യമുണ്ട് എന്ന് മഞ്ജുഷിനും എനിക്കും ശ്രീ വേണുഗോപാലിനും ഒക്കെ അറിയാം. എന്താണത്? ഇവിടുത്തെ LDF സർക്കാർ 2 രൂപ സെസ് അടിച്ചേൽപ്പിച്ചുകൊണ്ട് ഇവിടുത്തെ ഇന്ധന വിലയിൽ വരുത്തിയ വർധനവ് കുറയ്ക്കേണ്ട സാഹചര്യം നിലനിൽക്കുകയാണ്. അതിനെടുക്കാത്ത തീരുമാനം ഈ മദ്യത്തിൻ്റെ കാര്യത്തിൽ എടുത്തതിൽ ജനങ്ങൾക്ക് അങ്ങേയറ്റം അതൃപ്തിയുണ്ട് മഞ്ജുഷേ. അപ്പോൾ ഇവിടെ 2 കാര്യങ്ങളാണ് പറയുന്നത്. ഈ വി ഡി സതീശൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിക്ക് ജനങ്ങളോട് കൊടുത്ത ഒരുപാട് വാഗ്ദാനങ്ങളും LDF സർക്കാരിൻ്റെ ദുഷിച്ചു നാറിയ ഭരണത്തിനെതിരായ പ്രവർത്തനങ്ങളും നടത്താനെന്നിരിക്കെ ഇത്തരത്തിൽ ഉദയഭാനു കമ്മീഷൻ്റെ ഒരു തീരുമാനമൊക്കെ നിയമസഭയിൽ വായിച്ചുകൊണ്ട് ഈ പ്രശ്നത്തെ ലഘൂകരിക്കുന്ന കാര്യം ശരിയല്ല. ഇവിടെ VM സുധീരനെ പോലെ പാർട്ടിക്കുള്ളിൽ വി ഡി സതീശനെ തിരുത്താൻ ഒരാളില്ലെങ്കിൽ ഈ ഭരണം ഇതിനേക്കാൾ മോശമായ സ്ഥിതിയിലേക്ക് പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. കാരണം അത് പോയാലുണ്ടാകുന്ന ഭവിഷ്യത്ത് കൃത്യം 5 കൊല്ലം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ LDFൻ്റെ ദുർഭരണം വീണ്ടും കാണേണ്ടി വരുമെന്നുള്ളൊരവസ്ഥ സംജാതമാക്കാതെ ഭരിക്കേണ്ടത് വി ഡി സതീശന്റെ ചുമതലയിൽപ്പെട്ടതാണ്. സംസാരിച്ച രണ്ടുപേരും UDF സർക്കാർ തുടരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. പക്ഷേ അവരുടെ നിലപാടുകളോടാണ് വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. ഇതിനകത്ത് രണ്ടുപേരുടെയും ശബ്ദം ഒന്നു തന്നെയാണോ എന്നുള്ളതാണ്. LDF സർക്കാരിന്റെയും കഴിഞ്ഞ LDF സർക്കാരിന്റെയും തീരുമാനം അല്ലെങ്കിൽ പോലും ഇത്തരത്തിലൊരു ചർച്ച സമൂഹത്തിലും അതുമാതിരി തന്നെ മാധ്യമങ്ങൾക്കും കൊടുത്തതും ശരിയായില്ലെന്നുള്ള അഭിപ്രായമാണ് എനിക്ക്. ശരി, കഴിഞ്ഞ LDF സർക്കാരിന്റെയും ഇപ്പോഴത്തെ UDF സർക്കാരിന്റെയും ശബ്ദം ഒന്നു തന്നെയാണോ എന്നുള്ള സംശയം ബലപ്പെടുകയാണ്. അത് കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.